ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങളെല്ലാം ഗൗതം അറിഞ്ഞിരിക്കുകയാണ്. സ്വപ്നം എന്നല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ മകനല്ല, ദത്തെടുത്ത മകനാണെന്നുള്ള സത്യം അറിയുമ്പോൾ അതൊരിക്കലും വസുന്ധരയ്ക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ഗൗതം ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ, ഞാൻ അച്ഛൻ്റെ മകനില്ല, അമ്മയും ഞാൻ അമ്മയുടെ മകനില്ല, എന്നെ ദത്തെടുത്തതാണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയം ഗൗതം പറയണേ, എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ എവിടെ എന്ന് പറയുമ്പോൾ നിർമ്മല തൻ്റെ വയറ്റിൽ കൈവെക്കും. എന്റെ മോനെ, ഞാൻ ഇവിടെയുണ്ട്, നിന്റെ അമ്മ ഇതാ, പക്ഷേ എനിക്ക് വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ, നീ എന്റെ പൊന്നു മോനാണെന്ന് എനിക്ക് വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ. ഇത് കേൾക്കുന്ന ഗൗതം ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ വസുന്ധരയുടെ നെഞ്ചിടയുന്നു കേട്ടോ. അങ്ങനെ വസുന്ധര നെഞ്ച് ഇടറിക്കൊണ്ട് വസുന്ധര പറയാണ്, മോനെ ഗൗതം, നീ ഇവിടുത്തെ മകന് തന്നെയാണ്, ഇവിടുത്തെ മൂത്ത മകന് തന്നെയാണ്. അത് കേൾക്കുന്ന പ്രണവിനും സങ്കടമാവണം. പ്രണവും കരയാണ്, ഏട്ടാ അങ്ങനെ ഇല്ല എന്ന് പറയണം. അപ്പോൾ ഗൗതം ഇങ്ങനെ തളർന്നും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം ശിവാനിയുടെ താണ്ഡവം അപ്പോഴും നിന്നിട്ടില്ല. ശിവാനിക്ക് ഒരു തരം ബാധ കയറിയതുപോലെ ശിവാനി ഇളകി നിൽക്കുകയാണ്. നീ അറിയണം ഗൗതം, നീ അറിയണം, നിന്നെ ചതിച്ചത് നിന്റെ അച്ഛനും അമ്മയും മാത്രമെന്നല്ല എന്ന് പറയുമ്പോൾ വസുന്ധര നിർത്തുന്നുണ്ടോ, മതി, നീ കിടന്ന് സംസാരിച്ച ഒന്ന് നിർത്തി എന്ന് പറയാനിട്ടോ. ഇതേ സമയം ഗൗതം കരയുന്നത് കാണുമ്പോൾ, മോനെ, നിന്നെ ഞങ്ങൾ ദത്തെടുത്ത് വളർത്തിയതാണെങ്കിലും കൂടി ഞങ്ങൾ നിന്നെ ദത്തെടുത്തതാണെന്നുള്ള സത്യം ഞങ്ങൾ ഒരിക്കലും പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. അപ്പൊ പാറു പറയുന്നുണ്ട്, 30 വർഷമായിട്ട് ഞാൻ ഒളിപ്പിച്ചു വെച്ച ഈ രഹസ്യം എന്തിനാണ് പാപ്പി നീ ഇത് പറഞ്ഞത്? അപ്പോൾ അതേ ഒരു അവസ്ഥയാണ് വസുന്ധരക്കൂട്ടോ. അപ്പൊ വസുന്ധര പറയുന്നുണ്ട്, നിന്നെ ദത്തെടുത്ത് വളർത്തിയതാണെങ്കിൽ ആ ഒരു സത്യം ആരും അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഗൗതം ചോദിക്കാണ്, അപ്പൊ നിങ്ങൾക്കും അറിയായിരുന്നോ ഞാൻ ദത്തെടുത്ത് വളർത്തിയ മകനാണെന്ന്? അത് കേൾക്കുന്ന വസുന്ധര യെസ് എന്ന് പറയാനിട്ടോ. ഇത് കേൾക്കുന്ന ഗൗതം, ഞാൻ എന്തൊരു പൊട്ടനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ശിവാനി തന്റെ താണ്ഡവം തുടങ്ങിയിരിക്കുകയാണ്. ശിവാനി പറയണ, അവർക്ക് മാത്രമല്ല അറിയാവുന്നത്, നിന്റെ ഭാര്യക്കും അറിയാം, നീ ഒരു ദത്തുപുത്രനാണെന്ന് നിന്റെ ഭാര്യക്കും അറിയാം. അത് കേൾക്കുന്ന ഗൗതം അവിടെ നിന്ന് മെണീറ്റിട്ട് നിധിയുടെ നേർക്കങ്ങ് ചെല്ലാനിട്ടോ. നിധി, ഈ കേൾക്കുന്നത് സത്യമാണോ? എന്നെ ദത്തെടുത്ത് വളർത്തിയാണെന്നുള്ള സത്യം നിനക്കറിയായിരുന്നോ? അത് കേൾക്കുന്ന നിധിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. നിന്നോടാ ചോദിച്ചത്, ഞാൻ ചോദിച്ചതിന് മറുപടി നീ പറയണം. നിനക്കറിയായിരുന്നോ എന്ന് പറയുമ്പോൾ അറിയായിരുന്നു എന്ന് തല ഇങ്ങനെ ആട്ടി കുനിച്ചും കൊണ്ട് പൊട്ടിക്കരഞ്ഞും നിധി അത് പറയുമ്പോൾ പിന്നീട് ഗൗതമിന്റെ സമനില നെറ്റാണ് കേട്ടോ. ഗൗതം ബോധം കിട്ട് ഗൗതമിന് ഒരു അറ്റാക്ക് പോലെ ഗൗതം അങ്ങ് തളർന്നു വീഴാണ് കേട്ടോ. ഇതോടുകൂടി വസുന്ധരയും അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാവരും കൂടി, ഗൗതം എന്റെ പൊന്നു മോനെ, എന്റെ രാജകുമാര എന്നൊക്കെ പറഞ്ഞ് വസുന്ധര വിളിക്കാണ്. വസുന്ധരയുടെ ആ സ്നേഹം പുറത്തു വന്നിരിക്കുകയാണ്. വസുന്ധരയ്ക്ക് ഇനി ആകെ മാറി മറിയണം കേട്ടോ. അപ്പോഴേക്കും പാറുവും അതുപോലെ ഗോപിയും മറ്റുള്ളവരെല്ലാവരും കൂടിയിട്ട് ഗൗതമിനെ കൊണ്ടുപോവാൻ കേട്ടോ. പ്രണവും വസുന്ധരയും ശിവാനിയും മാത്രം പോകുന്നില്ല, എല്ലാവരും കൂടി ഗൗതമിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. പിന്നീട് ഇങ്ങനെ പോകുന്ന വഴിക്ക് കരയുന്നൊക്കെ ആയിട്ട് പിന്നീടാണ് വസുന്ധരയുടെ പ്രകടനം. അങ്ങനെ വസുന്ധര ശിവാനിയുടെ നേർക്കങ്ങ് എടുക്കണം. നീ എന്താടി കരുതിയിരിക്കുന്നത്? നിന്നെ ഞാൻ ഇവിടെ എല്ലാവരും എതിർത്തിട്ടും നിന്നെ ഞാൻ ഈ വീട്ടിലോട്ട് കൈപ്പിടിച്ച് കയറ്റിയത് നിധിയെ ഇറക്കാൻ വേണ്ടിയാണ്. പക്ഷേ നീ ചെയ്തത് എന്താണ്? എന്റെ മകനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കുന്നു. നീ ആരടി? എന്റെ സ്വത്തുക്കൾ അതും ഗൗതം ഉണ്ടാക്കിയതാണ്. ഗൗതം ഗോപിനാഥ്, അതായത് ഗൗതം സ്വന്തം പ്രയത്നത്തിൽ ആണ് ഈ കണ്ട സ്വത്തുക്കളെല്ലാം ഉണ്ടാക്കിയത്. ഗോപിനാഥ് ഒരു സ്വത്തുമില്ല, വസുന്ധരക്ക് ഒരു സ്വത്തുമില്ല, എല്ലാം ഗൗതം ഉണ്ടാക്കിയതാണ്. അവന്റെ ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ്. അത് 3 ഷെയർ വെക്കണ പാടില്ലെന്നോ? അത് തീരുമാനിക്കാൻ നീ ആരടി? ഇവിടുത്തെ രാജ്ഞിയോ അതോ രാജാവോ? ആരടി നീ ഇവിടുത്തെ? നീ നിൽക്കുന്ന പ്രണവിന്റെ ഭാര്യ എന്ന പദവിയെ നിനക്ക് ഞാൻ തന്നിട്ടുള്ളൂ. അതും തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? എന്റെ പ്രണവിന്റെ ഭാര്യയാവാൻ പറഞ്ഞത്. നിധിയെ ഇവിടെ ഇറക്കി വിടാൻ നോക്കുമ്പോ നീ എന്താടി ചെയ്തത്? എന്റെ മകനെ ഇറക്കി വിടാൻ നോക്കുന്നു. അത് കേൾക്കുന്ന ശിവാനിയാണെങ്കിൽ, ആന്റിക്കും കൂടി നല്ല കാര്യമല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തില്ല. നീ തെറ്റ് ചെയ്തില്ലെന്നോ? എന്റെ കുഞ്ഞിനെ മനസ്സ് വേദനിപ്പിച്ചിരിക്കുന്നു. ഇത്രയും നാളും ഞാൻ ഈ രഹസ്യം എനിക്ക് പറയാമെങ്കിൽ ഞാൻ ആദ്യമേ ഇത് പറയില്ലേ. എന്റെ മകന്റെ മനസ്സ് വേദനിപ്പിച്ച് നീ ഇവിടെ രാജ്ഞിയെ പോലെ ജീവിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. എന്റെ കുഞ്ഞിനെ ഈ രഹസ്യങ്ങൾ മറച്ചു വെച്ച് ഞാൻ ജീവിപ്പിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് നീ അറിയണം. എന്റെ കുഞ്ഞ് എന്റെ മകനായി തന്നെ ഈ വീട്ടിൽ വളരാൻ വേണ്ടിയാണ്. അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ 2 സ്വത്തിന് ഭാഗം കൊടുത്ത് എന്റെ മകനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാണെങ്കിൽ നിന്റെ ആവശ്യം എനിക്ക് എന്താടി? വസുന്ധരാന്റി, അപ്പോ വസുന്ധരാന്റിക്ക് ഈ സത്യം അറിയായിരുന്നു. എന്നിട്ടും ഞാൻ നീ പ്രയോഗിച്ചതുപോലെ പ്രയോഗിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് നിധിയെ ഇറക്കി വിടാനാണ് നിന്റെ സഹായം ഞാൻ ചോദിച്ചത്. പിന്നെ നീ നിന്റെ ഇഷ്ടത്തിന് ആരാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ എനിക്ക് അധികാരം തന്നത്? ഞാൻ തന്നോ? ഈ നിൽക്കുന്ന പ്രണവ് തന്നോ എന്ന് പറഞ്ഞിട്ട് വസുന്ധര അങ്ങ് പൊട്ടിത്തെറിക്കാൻ കേട്ടോ. ഇതേ സമയം താൻ എന്ത് പറയണമെന്ന് അറിയാതെ ആകെ പ്രതിസന്ധിയിലായിരിക്കാണ് ശിവാനി. എന്നിട്ട് വസുന്ധര ചോദിക്കണം, ആരടി നിനക്ക് ഇവിടുത്തെ അധികാരം തന്നത്? നീ എന്നോടൊരു വാക്ക് പറഞ്ഞോ? എന്തിന്? ഈ നിൽക്കുന്ന നിന്റെ
ഭർത്താവായ പ്രണവിനോട് പറഞ്ഞു. ആരോട് ചോദിച്ചിട്ടാണ് നീ നിന്റെ തന്നിഷ്ടത്തിന് ഗൗതം ഈ വീട്ടിലെ മകനല്ലെന്ന് പറഞ്ഞ്? ആര് പറഞ്ഞു നിന്നോട് അത് പറയാ? ഞാൻ പറഞ്ഞോ എന്നും പറഞ്ഞിട്ട് അങ്ങ് ഒച്ചയെടുക്കണ്ടിട്ടോ. ഇതേ സമയം പ്രണവ് ദേഷ്യം സഹിക്കാനാവാതെ പ്രണവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണ, ആന്റിക്കും കൂടി സന്തോഷമാവുന്ന കാര്യമാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ആന്റിയോട് പറയാതെന്ന്. എന്ത് തീരുമാനമെടുക്കുമ്പോഴും നീ എന്നോടും കൂടി പറയണായിരുന്നു. എന്റെ മകനാണ് ഗൗതം, അവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്കാരും അവനില്ലാതെ മറ്റാരെയും ഞാൻ ഈ വീട്ടിലോട്ട് സ്വീകരിക്കില്ല. എന്റെ മകനാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം എന്ത് പറയണമെന്നറിയാതെ വസുന്ധരയുടെ മുന്നിൽ ശിവാനി നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഇവിടെ പ്രണവ് വരികയാണ്. പ്രണവ് പറയണേ, എടി ശിവാനി, നിന്നെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ് നിന്നെ മനസ്സിലാക്കണം. നിന്നെ ഈ വീട്ടിലോട്ട് എന്റെ ഏട്ടനെ ഒരിക്കലും പിരിക്കാൻ വേണ്ടിയല്ല. എന്റെ ഏട്ടൻ ദത്തപുത്രനാണെങ്കിലും ഞങ്ങളുടെ സ്വന്തം ഏട്ടനായിരുന്നു. ഞങ്ങളെ കുടുംബത്തിന്റെ സമാധാനം നീ എന്തിനു വേണ്ടിയാടി കളഞ്ഞത് എന്നും പറഞ്ഞിട്ട് അങ്ങ് ഒച്ചയെടുക്കണം കേട്ടോ. നീ ഇത്ര പാപിയായ ഒരു പെണ്ണാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്താ നീ എന്റെ ഏട്ടനോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി ഇങ്ങനെ പ്രണവ് സംസാരിക്കാണ്. ആ സമയം വസുന്ധര അങ്ങ് പൊട്ടിത്തെറിക്കാണ്. എന്റെ മകന് ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. നീ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വരും. എന്റെ ജീവനും എന്റെ പ്രാണനും എന്റെ എല്ലാം എന്റെ ഗൗതമാണ്. ഗൗതമില്ലാതെ എനിക്ക് ഒന്നിനും കഴിയത്തില്ല എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ താൻ എന്ത് പറയണമെന്നറിയാതെ ആകെ പ്രതിസന്ധിയിലാവുകയാണ് കേട്ടോ. ഇവിടെ ശിവാനിയാണെങ്കിലോ ഈശ്വര പെട്ടല്ലോ, ഇനിയിപ്പോ ഗൗതമിന് എന്തെങ്കിലും സംഭവിച്ച ഈ വസുന്ധരാന്റെ എന്നെ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും താൻ കുടുങ്ങുമെന്ന് മനസ്സിലാക്കണം. പിന്നീട് വസുന്ധര പറയുന്നുണ്ട്, നീ നിന്റെ മനസ്സിൽ കുറിച്ചോ, എന്റെ ഗൗതമിന് എന്തെങ്കിലും സംഭവിച്ച പിന്നീട് എനിക്ക് ഈ വീട്ടിൽ യാതൊരുവിധ സ്ഥാനവുമില്ല. അപ്പോഴേക്കും പ്രണവും പറയുന്നുണ്ട്, എന്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞിട്ട് പ്രണവും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശിവാനി ആകെ കുടുങ്ങിപ്പോവാണ്. താൻ ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് താൻ വിചാരിച്ചു. കാരണം ശിവാനിയുടെ മനസ്സിൽ വസുന്ധരയ്ക്ക് ഈ സത്യം അറിയില്ലെന്നായിരുന്നു. വസുന്ധര ഇത് അറിഞ്ഞാൽ തന്നെ കൈ കൊടുത്ത് അഭിനന്ദിക്കും എന്നൊക്കെ കരുതിയ ശിവാനിയുടെ ആ കണക്ക് കൂട്ടലുകൾ തെറ്റിയിരിക്കുകയാണ്. ശിവാനിക്ക് ഇനി എന്തായാലും വസുന്ധരയിൽ നിന്ന് നല്ല കിടുക്കൻ തിരിച്ചടിയാണ് കിട്ടുന്നത്. അങ്ങനെ ശിവാനി ആകെ പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യും ഈശ്വര? ഞാൻ ഈ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് എനിക്ക് ഈ വീട്ടിൽ വലിയൊരു സ്ഥാനം കിട്ടുമെന്ന് കരുതിയിട്ടാണ്. പക്ഷെ എനിക്ക് ഈ വീട്ടിലുള്ള സ്ഥാനവും പോയല്ലോ. പ്രണവിന്റെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ ഈ പറയുന്ന വസുന്ധരാന്റിയുടെ ഇടയിൽ നിന്നും ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആ പ്രതിസന്ധിയിൽ നിൽക്കാണ്. അപ്പൊ ഇതിന്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. അങ്ങനെ ഇനി ഗൗതം ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്നുണ്ട്. ഈ സമയം ഗൗതമിനെ രക്ഷിക്കാൻ ഇനി എന്തായാലും നിധി തന്നെ പുറപ്പെടും. പക്ഷെ ഗൗതം തിരിച്ചു വരുന്നത് അതൊരു ഒന്നൊന്നര ഗൗതം തന്നെ ആയിട്ടായിരിക്കും. അതൊരിക്കലും വസുന്ധരക്കും മറ്റുള്ളവർക്കും താങ്ങാൻ കഴിയില്ല. ഇതോടുകൂടി ശിവാനിയുടെ താണ്ഡവത്തിന് ഒരു അറുതിയാവുകയാണ് കേട്ടോ. പക്ഷെ ഇനി ഗൗതം തിരിച്ചടി തന്നെ നൽകും. ഗൗതം ഇനി പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തന്റെ മകനായി വളർത്തുന്ന വസുന്ധരയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ശിവാനിയുടെ നേർക്ക് വസുന്ധര കയ്യോങ്ങുന്ന ആ കിടുക്കൻ സീനാണ്. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞാൽ ഇനി അടുത്തത് നിർമ്മലയാണ് തന്റെ അമ്മ എന്നുള്ള സത്യവും ഇനി പുറത്തു വരാനിരിക്കുകയാണ് കേട്ടോ.